അതുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 12 വർഷമായിട്ട് ഭരണവും ഇല്ലാത്തത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 25 വർഷം കൂടി BJP ഭരിക്കും. സോ ഹായ് ഗൈസ്. സോ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. സോ ഇന്ന് ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പാർലമെന്റിൽ നടക്കുന്ന ഒരു സംഭവം കണ്ടത്. രാഹുൽ ഗാന്ധിന്റെ ഒരു സംഭവം ഉണ്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആ വീഡിയോ ഞാൻ സൈഡിൽ പ്ലേ ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവും. माइक दीजिए लेकिन बोलेंगे आप। माइक नहीं है सर। माइक तो चालू है। बंद कर रहे हैं। आप माननीय से, लेकिन सदन की गरिमा से बोलेंगे आप। मैं बोल सकता हूं सर। आप बोल सकते हैं, लेकिन सदन के नियम प्रक्रियाओं से बोल सकते हैं। വീഡിയോ കണ്ടല്ലോ. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവാണ്. അതും നമ്മുടെ ഇന്ത്യന്റെ ഓപ്പോസിഷൻ ലീഡറാണ്. ഇങ്ങനെയാണോ ശരിക്കും പെരുമാറേണ്ടത്? ഇങ്ങേര് എന്താ ഇപ്പൊ ഇവിടെ ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ, ഇങ്ങേര് മൈക്ക് ഓഫ് ആയിരുന്നു. അങ്ങേര് തന്നെ ഓഫ് ആക്കിയതാണ് മൈക്ക്. ഇങ്ങേര് ഓഫ് ആക്കിയ മൈക്ക് അത് നേരെ സ്പീക്കർ തലക്കിട്ടിട്ട് സ്പീക്കർ ഓഫ് ആക്കി എന്റെ മൈക്ക് ഓൺ ആക്കും, എന്റെ മൈക്ക് ഓൺ ആക്കും എന്ന് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് കളിക്കാൻ. എന്ത് തറ സ്റ്റൈലും നടത്തിക്കോട്ടെ, അവസാനം വന്നടിക്കുന്നത് ഇയാളുടെ തലയ്ക്ക് തന്നെയാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഗെയിം. ഇതൊക്കെ വളരെ മോശമാണ്. ഒരു ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അല്ലാതെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ട് അതിന്റെ അപ്പുറത്ത് വേണുഗോപാൽജി ഉണ്ട്, അതിലേറെ വിറ്റ്. എന്നിട്ട് അതങ്ങോട്ട് ഓണാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തിന്? ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങേര് എന്തിനാണ് ആ ഒരു നാടകം അവിടെ കളിക്കാൻ നോക്കിയത്? ഇതൊന്നും ആരും ചർച്ച ചെയ്യാനൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ കാണുന്നത്, നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ എടുത്ത് ഇടുന്നു എന്നുള്ളൂ. ഇത് കുറെ പേർക്ക് പിടിക്കും, കുറെ പേർക്ക് പിടിക്കില്ല. ഇയാളൊരു ഓപ്പോസിഷൻ ലീഡറാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്റ്റുഡൻസ്, ഒന്ന് ഇഡിയറ്റ്സ്, ഒന്ന് അന്ധബക്സ്. അതായത് അഭിനവായിട്ട് വിശ്വസിക്കുന്നവർ എന്നുള്ള രീതിയിൽ. ആ ടോക്ക് നമ്മൾ ഇതിലിടുന്നില്ല. ഇത് ഈ ഒരു ടോപ്പിക്കിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. എന്തിനാ അവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ നോക്കി? നല്ല രീതിയിൽ ഇപ്പൊ CJP ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അവർ ആ ഒരു പ്രൊട്ടസ്റ്റിനെ കൊണ്ടുപോയി അവർ വിജയിപ്പിച്ചു. ഓക്കെ, അവരുടെ ടാർഗറ്റ്സ് എന്തായിരുന്നോ അവരത് ലക്ഷ്യം നേടി. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത് നേടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, കോൺഗ്രസിന് ഇതിനുള്ള ശേഷിയില്ല. അതിനെ തലപ്പത്തിരിക്കുന്നവർ അതിനുള്ള ശേഷിയില്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. കോൺഗ്രസ് ഇത് നിന്നിട്ടുള്ള അവരുടെ തലപ്പത്തുള്ളവരെ കുറച്ച് അഴിച്ചു പറിയണം. കുടുംബവാഴ്ചയല്ല ഇവിടെ വേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭരണം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ പറ്റും. നല്ലൊരു ഓപ്പോസിഷന് കിട്ടും. ഇത് എപ്പോഴും BJP അങ്ങനെ ചെയ്തു, BJP ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഓക്കെ, അവര് ചെയ്യുന്ന BJP എന്തെങ്കിലുമൊക്കെ ഒരു തക്കട തരികട പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 12 വർഷമായിട്ട് ഭരണവും ഇല്ലാത്തത്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 25 വർഷം കൂടി BJP ഭരിക്കും. അതിനുള്ള ഇട വരുത്താതെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റും. അപ്പൊ ഇത്ര തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനത്തെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ മെയിൻലി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചു നേരം കൂടുതൽ കാര്യങ്ങൾ. ബൈ.